പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തതിലുള്ള നിരാശയെ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു തത്വം വളരെ ശ്രദ്ധേയമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തതിൽ നിരാശപ്പെടരുത്. കാരണം പ്രതിഫലം നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലല്ല, മറിച്ച് പ്രാർത്ഥനയിലുള്ള നിന്റെ ആത്മാർത്ഥതയിലാണ്. ഈ തത്വം പ്രാർത്ഥന എന്ന ആരാധനയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കണം എന്ന് കൃത്യമായി നിർവചിക്കുന്നു. പ്രാർത്ഥനയുടെ യഥാർത്ഥ ലക്ഷ്യം, ദുആയുടെ മർമ്മം. നമ്മൾ സാധാരണയായി പ്രാർത്ഥിക്കുന്നത് ഒരു പ്രത്യേക ആവശ്യം ഹജ്ജത്ത് നിറവേറ്റപ്പെടുന്നതിനു വേണ്ടിയാണ്. എന്നാൽ ഈ തത്വം പ്രാർത്ഥനയുടെ ലക്ഷ്യത്തെ ഭൗതികമായ ഫലങ്ങളിൽ നിന്ന് ആത്മീയമായ നേട്ടങ്ങളിലേക്ക് മാറ്റിവെക്കാൻ ആവശ്യപ്പെടുന്നു. 1. ദാസ്യത്തിന്റെ പ്രകടനം, ഉബൂദിയത്ത്. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രതിഫലം അത് അല്ലാഹുവിന്റെ മുമ്പിലുള്ള ദാസ്യത്തിന്റെ പ്രകടനമാണ് എന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദൗർബല്യം ഏറ്റുപറയുകയും ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുവിന് മാത്രമേ സർവ്വശക്തിയും ഉള്ളൂ എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഈ എളിമയും കീഴടങ്ങലുമാണ് ഇസ്ലാം ഏറ്റവും വലിയ പ്രതിഫലം. നമ്മുടെ ആവശ്യം നിറവേറിയാലുമില്ലെങ്കിലും ഈ ദാസ്യഭാവം നിലനിർത്തിയാൽ നാം ലക്ഷ്യം നേടി. 2. ബന്ധം സ്ഥാപിക്കൽ, ഉസ്വൽ. നമ്മുടെ ആവശ്യങ്ങളുടെ പട്ടിക നിരത്തുന്നതിലല്ല പ്രാർത്ഥനയുടെ മൂല്യം, മറിച്ച് സ്രഷ്ടാവുമായി നാം സ്ഥാപിക്കുന്ന നിരന്തരമായ ബന്ധത്തിലാണ് അതിന്റെ ആഴം. ഒരു ഭക്തൻ തുടർച്ചയായി പ്രാർത്ഥിക്കുമ്പോൾ അവൻ അല്ലാഹുവുമായി ഒരു മാനസികവും ആത്മീയവുമായ പാലം പണിയുന്നു. ഈ പാലമാണ് ഏതൊരു ഭൗതിക ലാഭത്തേക്കാളും വലുത്. പ്രാർത്ഥന എന്ന ക്രിയയിലൂടെയാണ് ഈ ബന്ധം നിലനിൽക്കുന്നത്. നിരാശയുടെ ഉറവിടം. പ്രാർത്ഥന ഫലിക്കാതെ വരുമ്പോൾ നിരാശയുണ്ടാകുന്നത് നമ്മൾ പ്രാർത്ഥനയെ ഒരു ഇടപാട്, ട്രാൻസാക്ഷനായി കാണുന്നതുകൊണ്ടാണ്. തെറ്റിദ്ധാരണ: ഞാൻ പ്രാർത്ഥിച്ചു, പകരം എനിക്ക് എന്റെ ആവശ്യം കിട്ടണം. യാഥാർത്ഥ്യം: പ്രാർത്ഥന എന്നത് അല്ലാഹുവുമായുള്ള ഒരു സംഭാഷണവും അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ സ്ഥിരീകരണവുമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് ആവശ്യമെന്ന് അല്ലാഹുവിനറിയാം. എന്നാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് ഏറ്റവും നല്ലത്, ഖൈർ എന്നും അവൻ തീരുമാനിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾക്ക് നൽകുന്നതിൽ കാലതാമസമുണ്ടാകുന്നത് ഒന്നുകിൽ ആ സമയം അതിനുചിതമല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചതിലും ഉത്തമമായ മറ്റെന്തെങ്കിലും നമ്മൾക്കായി കാത്തുവച്ചിട്ടുണ്ടെങ്കിലാണ്. നിരാശയെ മറികടക്കാനുള്ള വഴികൾ. ഇബ്നു അത്വാഇല്ലാഹ് നൽകുന്ന ഈ തത്വം നിരാശയിൽ നിന്ന് രക്ഷ നേടാൻ ചില മാനസിക മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നു. 1. നിയ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഫോക്കസ് ഓൺ ഇന്റൻഷൻ. പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ആവശ്യം നടക്കണം എന്നതിലുപരി അല്ലാഹു എന്നിൽ സംപ്രീതനാകണം, ഞാൻ എന്റെ ദാസ്യധർമ്മം നിർവഹിക്കണം എന്നതായിരിക്കണം ലക്ഷ്യം. 2. സമർപ്പണം, തസ്ലീം. പ്രാർത്ഥനയുടെ ഫലം അല്ലാഹുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. ഉത്തരം വൈകിയാൽ അത് അല്ലാഹുവിന്റെ ജ്ഞാനത്തിന്റെ ഭാഗമായി കാണുക. ഈ സമർപ്പണമാണ് ഹൃദയത്തിന് സമാധാനം നൽകുന്നത്. 3. പ്രതിഫലത്തിന്റെ മാറ്റിവെക്കൽ, ഡിഫറൽ ഓഫ് റിവാർഡ്. പലപ്പോഴും ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകൾ നമ്മൾ അറിയാതെ തന്നെ പരലോകത്തേക്കുള്ള പ്രതിഫലമായി മാറ്റിവെക്കപ്പെടുന്നു. ഭൗതികമായി ലഭിക്കാത്തത് ആത്മീയമായി ആഖിറത്തിൽ ലഭിക്കും എന്ന ബോധ്യം നിരാശയെ തടയും.